വിശാലമായ ഈ മരുഭൂമിയിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നത് മരുഭൂമിയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ, മരുഭൂമി എന്ന വാക്കിൽ തന്നെ അറിയാം എന്താണ് അവസ്ഥ. ഒന്നുമില്ല, ശൂന്യമാണ്. ചുട്ടുപൊള്ളുന്ന വെയിലും മണലും ഒക്കെയാണ് മരുഭൂമിയുടെ പ്രത്യേകത. അവിടെയും ഇവിടെയൊക്കെ ചില മരങ്ങൾ, മരുഭൂമിയിലെ മരപ്പച്ചകൾ ഉണ്ടാകുമെന്നല്ലാതെ കാണാൻ പാകത്തിനൊന്നുമില്ല. മരുഭൂമിയിലൂടെയുള്ള, വിശാലമായി മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. ഇപ്പോൾ ഏത് മരുഭൂമിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്? ഒരുപക്ഷെ വേദനയുടെ, ഒറ്റപ്പെടലിൻ്റെ, സങ്കടങ്ങളുടെ, കടബാധ്യതയുടെ, നാളെയെക്കുറിച്ചുള്ള ആകുലതയുടെ, ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രയാസങ്ങളുണ്ടാകുന്നു, വെല്ലുവിളികളുണ്ടാകുന്നു. നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ആകുലത, മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ. ഇതെല്ലാം ഒരു തരത്തിലുള്ള മരുഭൂമി യാത്രയാണ്. പക്ഷെ അതിനകത്ത് ആശ്വസിക്കാൻ ഒരു വകയുണ്ട്. ഈ മരുഭൂമിയിലൂടെയുള്ള യാത്ര ആരും കാണുന്നില്ലെങ്കിലും ദൈവം അത് കാണുന്നു. ദൈവം അത് കാണുന്നു. ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്. വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. അവിടുന്ന് 40 സംവത്സരവും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നിനും കുറവുണ്ടായില്ല. ഒന്നൊരു കാര്യം എതിരെയാ പോയത്, മരുഭൂമിയിലൂടെയാ പോയത്. കാര്യം പ്രതിസന്ധി കൂടെയാ പോകുന്നത്. കാര്യം കടബാധ്യതയുടെ ഒത്ത നടുക്കൂടെയാ പോകുന്നത്. കഴുത്തറ്റം വരെ പ്രശ്നങ്ങളാണ്. മൂടിപ്പോകാൻ ഇടയാകത്തക്ക വിധം പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്, വെല്ലുവിളിയാണ്. 4 വശത്തു നിന്നും ഞെരുക്കുന്ന പ്രതിസന്ധികളാണ്. കണ്ണുനീര് തോർന്നിട്ട് നേരമില്ല. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ, ഇത് മാത്രമാണെന്നും. പ്രഷർ കൂടുന്നു, ആകെ പ്രയാസം, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാര്യം മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഒരു സാക്ഷി എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, നിങ്ങൾക്കൊന്നിനും കുറവുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കാര്യം ഇന്ന് ഒത്തിരി പ്രതിസന്ധി കൂടെ പോകുന്നതിലും ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. അതാ സങ്കീർത്തനം 23 അധ്യായം പറയും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, കാര്യം മറ്റുള്ളവർ നോക്കുമ്പോൾ പലരും പറയും, എന്തോ ഒരു പ്രയാസമാണ് നിനക്ക്, എന്തോ ഒരു കഷ്ടപ്പാടാണ് നിനക്ക്, നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവം എന്നെ കാണുന്നുണ്ട്, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല. ഇന്ന് ദിവസത്തിൻ്റെ പല പ്രാവശ്യം പ്രിയരെ നിങ്ങൾ പറയണം, ദൈവം എന്നെ കാണുന്നുണ്ട്. എൻ്റെ അവസ്ഥ ദൈവത്തിനറിയാം. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉരുകുന്നത് ദൈവത്തിനറിയാം. എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രയാസത്തെ ഞാൻ പുറമേ ചിരിച്ചെങ്കിലും അകമേ ഞാൻ ഉരുകുന്നത് ദൈവത്തിനറിയാം. ആകമേ ഞാൻ സങ്കടപ്പെടുന്ന ദൈവത്തിനറിയാം. ആകമേ ഞാൻ അസ്വസ്ഥനാകുന്നത് ദൈവത്തിനറിയാം. എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല.